വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഭഗവത്ഗീത ആദ്യം തൊട്ട് തുടങ്ങാണ്. അപ്പൊ അതിന് മുമ്പ് നമ്മൾക്ക് ചാൻറ്റ് ചെയ്യാം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവസാദി ഗൗര ഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ,
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Krishna Krishna Hare Hare, Hare Rama, Ram Rama, Hare Krishna Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare, Krishna Hare Hare, Hare Rama, Ram Rama, Hare Hare,
Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare Hare Krishna Krishna Hare 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 Rama Rama Hare Hare Krishna Krishna Hare 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 Rama Rama Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare Krishna 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 Hare 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 Rama Rama Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaurya Bhakta Vrinda Hare Krishna. എല്ലാരും ജപിക്കുമ്പോഴും നമ്മൾ ജപിക്കുന്നത് കേട്ടോണ്ട് വേണം ജപിക്കാൻ. ആ കേൾക്കുന്നതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. എല്ലാവരും എന്നും ജപിക്കുകയാണെങ്കിൽ അധികം താമസിക്കാതെ നിങ്ങൾക്കൊക്കെ ശ്രദ്ധവാൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും. അപ്പം എല്ലാവരും എന്നും ജപിക്കണം. നമുക്ക് ക്ലാസ് ഫ്രൈഡേ ഇല്ലെങ്കിലും നിങ്ങൾ ജപിക്കണം കേട്ടോ. അപ്പോഴേ ഈ ശ്രദ്ധവാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ, ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ എന്താണ് ഭഗവത്ഗീത എന്ന് വെച്ചാൽ എന്താണ്, അതിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ആരാണ് കൃഷ്ണൻ എന്നും നമ്മൾ കണ്ടു. പിന്നെ കുറച്ച് അല്ലാത്ത കുറച്ച് സൂപ്പർഫിഷ്യൽ ഇതും നമ്മൾ കണ്ടു. ലൈക്ക് കൃഷ്ണൻ വൃഷ്ണി കുലത്തിലെന്നും പറയുന്ന കേൾക്കാം, യദുകുലത്തിൽ എന്ന് പറയുന്ന കേൾക്കാം. എന്താണ് അങ്ങനെ രണ്ട് കുലത്തിൽ പെട്ടെന്ന് പറയുന്ന എന്ന് നമ്മൾ കണ്ടു. അതല്ലേ, യദുകുലമാണ് പേരന്റ് കുലം, രാജവംശം. അതിലെ കുറെ ബൈഫർക്കേറ്റ് ചെയ്ത് പോകുന്നതാണ് ഈ വൃഷ്ണി, അന്തക, ഭോജ എന്നൊക്കെ പറയുന്ന ഡൈനാസ്റ്റീസ്. അപ്പൊ അത് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഭഗവത്ഗീത 1-ാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ല. ദേവ് എല്ലാം വന്നല്ലോ അല്ലേ. അപ്പൊ ഇനി ഒരു ക്ലാസ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. കഴിയുമെങ്കിൽ ഒരു ബുക്കും ഒരു നോട്ട്ബുക്കും ഒരു പെൻസിലും കയ്യിൽ വെച്ചേക്കണം. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാൻ. നിങ്ങളെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും പ്രീച്ച് ചെയ്യേണ്ടതാണ്. പ്രീച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ വേറെ ആൾക്കാർക്ക് ഇതുപോലെ ക്ലാസ് എടുക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും വലുതാകണ്ട, അല്ലാതെ തന്നെ നിങ്ങൾ ക്ലാസ് എടുക്കാൻ തുടങ്ങണം. അപ്പം അതില് കുറച്ച് പോയിന്റ്സ് എല്ലാം ഇതിൽ നിന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നോട്ട് എഴുതിയെടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഭഗവത്ഗീത ശ്ലോകം 1, ചാപ്റ്റർ 1. അതിന്റെ പേരെന്താണ്? കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈനിക നിരീക്ഷണം.
അതില് ശ്ലോകം 1. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയാം. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയാം. ഞാൻ ഈ ശ്ലോകം നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പൊ ബുക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വായിക്കാതിരിക്കല്ല, ഓരോരുത്തവരായിട്ട് വായിക്കണം ഈ ശ്ലോകം. ഇറ്റ് ഈസ് ബെറ്റർ പിള്ളേരെല്ലാരും ഇത് ഓൺ ചെയ്യുന്നത്, വീഡിയോ ഓൺ ചെയ്യണം. അനാമികയ്ക്ക് വായിക്കാമോ? നോക്കൂ, ട്രൈ ചെയ്യൂ. സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കുർവത സഞ്ജയ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രസിക നന്ദയോടൊക്കെ പറയാമോ മാതാജി വായിക്കാൻ? പറയാം. പറയണം. ഞാൻ പറയാൻ പോവായിരുന്നു. രസികാനന്ദ മോള് പറയോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അനാമിക ശ്രദ്ധിക്കണമേ ഈ ചേച്ചി പറയുന്നത്. പറയൂ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. അപ്പം ഒരു മോള് ഒരു സെന്റൻസ് ആയിട്ട് പറയൂ, അപ്പം ബാക്കിയുള്ളവര് ഫോളോ ചെയ്യും. രസിക ഒരു ലൈൻ പറയൂ, അപ്പം കുട്ടികള് അത് ഫോളോ ചെയ്യട്ടെ. മാജി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. എല്ലാരും കൂടെ പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ദേവ് ദർശൻ പാടാമോ? ഞാൻ അയച്ചു തന്നിട്ടുണ്ടല്ലോ, ബുക്കില്ല എനിക്കറിയാം. മോന് വാട്സാപ്പ് ഇതില് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, അത് നോക്കി പറയാമോ? നോക്കട്ടെ. ആ സമയത്ത് ആര് പാടും? ഷീമ ശ്യാം ഒക്കെ ആരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൊച്ചുകുട്ടിയാണോ അതോ അമ്മയാണോ? കുട്ടിയല്ല മാതാജി. അല്ല അല്ലേ? അല്ല. ഇത് ആദ്യമായിട്ടാണോ ഭഗവത്ഗീത പഠിക്കുന്നേ? അല്ല മാതാജി, ഞങ്ങക്ക് വേറെ ക്ലാസ്സിൽ കേറുന്നുണ്ട്. ഒന്ന് പാടി നോക്കാമോ? പിള്ളേർക്ക് കുറെ കേൾക്കുമ്പോ പിള്ളേർക്കും അത് മനസ്സിലാകും, അതുകൊണ്ടാ. പാടാം.
ഹരേ കൃഷ്ണ മാതാജി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമഘ പാണ്ഡവ ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സത്യപ്രഭ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയോത്സവഃ മാമക പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയഃ. ഞാന് ഇനി ആ ഗ്രൂപ്പിൽ ഞാൻ ചാൻറ്റ് ചെയ്ത് ഒന്നും കൂടി ഇടാം. അത് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഇനി ഈ വേർഡ് ടു വേർഡ് മീനിങ് ആർക്ക് പറയാൻ പറ്റും? രസികാനന്ദ ഒന്ന് പറയാമോ? ധൃതരാഷ്ട്ര രാജാവ്. ഇല്ലേ, ബുക്കില്ലേ? മലയാളമല്ലേ? ഓ, മലയാളമാ വേണ്ടത്. ആണോ? ഒരു മിനിറ്റ് മാറ്റി, ഒരു മിനിറ്റ്. ഓക്കെ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ വേണമെന്ന് വായിക്കാം മാതാജി. ഓക്കെ, വായിക്കും. മീനിങ്സ് അല്ലേ, അർത്ഥം? അതെ അതെ. ഹരേ കൃഷ്ണ. ധൃതരാഷ്ട്ര രാജാവ് ഉവാച പറഞ്ഞു, സഞ്ജയ, ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രേ തീർത്ഥാടന സ്ഥലമായ കുരുക്ഷേത്രമെന്ന സ്ഥലത്ത് സമവേദ ഒന്നിച്ചു കൂടിയവരും യുദ്ധോത്സുകരുമായ മാമക എന്റെ മക്കളും പാണ്ഡവ ച ഏവ പാണ്ഡവന്മാരും കിം എന്ത് അകുർവത ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ ട്രാൻസ്ലേഷനും കൂടെ വായിക്കോ? വിവർത്തനം വായിക്കാം മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. രസികാനന്ദ, ബുക്ക് കിട്ടിയോ? ആ മാജി. അപ്പൊ ഭാവാർത്ഥം വായിക്കോ? ഭാവാർത്ഥം ഞാൻ മലയാളം എളുപ്പം വായിക്കാൻ പറ്റുമോ രസികയ്ക്ക്? കുറച്ച് പാടാണ് മാജി. ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ പെട്ടെന്ന് വായിക്കാമായിരുന്നു. ഓക്കെ ഓക്കെ. എന്നാ സത്യപ്രഭ. വായിക്കാം മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ഭൗതിക ശാസ്ത്രമാണ് ഭഗവത്ഗീത. അയ്യോ, വരട്ടെ, ഒരു മിനിറ്റ്. ഇത് പ്രഭുപാദയുടെ ബുക്ക് തന്നെയാണോ? അതെ. എന്നാ പറഞ്ഞോളൂ. എന്റെ വേറെ എഡിഷൻ ആയിരിക്കും. പറഞ്ഞോളൂ. അത് തന്നെ. ആ, അതിന്റെ രത്നചുരുക്കമായ ഗീതാമാഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നും ഇല്ലാതെയും തനിഷ്കരണം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെ ഉണ്ട്. ഭഗവാനിൽ നിന്നും തന്നെ ആ ഉപദേശം കേട്ട് ഗ്രഹിച്ച് അർജുനന്റെ വഴി ശിഷ്യ പരമ്പരയിലൂടെ പോന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സ്വോദ്ദേശ്യ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു. മറ്റ് ആധ്യാത്മിക കൃതികളിലുള്ളതെല്ലാം ഗീതയിലുണ്ട്. മറ്റൊന്നിലും കാണാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം. ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ്. എന്തെന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുളി ചെയ്തതാണ് ഇത്. മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ധൃതരാഷ്ട്രവുമായുള്ള സംവാദമാണ് ഈ തത്വശാസ്ത്രത്തിന് അടിത്തറയായി വർത്തിക്കുന്നത്. കുരുക്ഷേത്രത്തിലെ പോർനിലത്ത് വെച്ചാണ് ഇതിന്റെ ഉൽപ്പത്തി എന്നും നമുക്കറിയാം.
മരണാതീതമായ വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു അത്. മനുഷ്യവർഗത്തിന് വഴികാട്ടുവാനായി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് ചെയ്ത ഉപദേശമാണ് ഗീത. ഇവിടെ ധർമ്മക്ഷേത്രേ, ആധ്യാത്മിക ക്രിയകൾ ചെയ്യുന്ന സ്ഥലം എന്ന വാക്ക് ഏറ്റവും സാരവത്താണ്. എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അർജുനന്റെ ഭാഗത്താണല്ലോ കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്രർ. സ്വന്തം മക്കളുടെ വിജയത്തെ കുറിച്ച് അതിയായ സന്ദേഹമുണ്ട് അല്ലേ? അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുന്നു, അവർ എന്തു ചെയ്തു എന്ന്. തന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ പോർനിലത്തെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ്. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവണമെന്ന് ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചില്ല. തന്റെ മക്കളുടെ ഭാവിയെപ്പറ്റി അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു. വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ഒരു ആരാധനാ സ്ഥലമായ പറയപ്പെട്ടിട്ടുള്ള കുരുക്ഷേത്രമാണ് പോർനിലമായി എടുത്തിട്ടുള്ളത്. ആ പാവന സ്ഥലത്തിന്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ട് എത്തിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡുപുത്രന്മാർക്കും സഹായമായി. കാരണം അവർ സ്വഭാവേന ഗുണശാലികളാണ്. ഈ വസ്തുത ധൃതരാഷ്ട്രർക്കും വ്യക്തമായി അറിയാം. വ്യാസശിഷ്യനായിരുന്ന സഞ്ജയൻ വ്യാസദേവന്റെ കരുണയാൽ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെ പറ്റി ആരായുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ. ധൃതരാഷ്ട്രന്റെ മനോഭാവം ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം തന്റെ മക്കളെ മാത്രം കൗരവർ എന്നും അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിന്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു. തന്റെ അനന്തരാവകാശികളാകേണ്ട പാണ്ഡുപുത്രന്മാരായുള്ള ധൃതരാഷ്ട്രരുടെ ബന്ധത്തിന്റെ പ്രത്യേകത ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ധർമ്മപിതാവായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടുവാഴിക്കുമെന്നും ഇതിന്റെ തുടക്കത്തിൽ നിന്നു തന്നെ വ്യക്തമാകുന്നതാണ്. ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിന് പുറമെ ധർമ്മക്ഷേത്രേ, കുരുക്ഷേത്രേ എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാരും ശ്രദ്ധിച്ചു കേട്ടല്ലോ അല്ലേ? ഇതില് ഇത് തുടങ്ങുന്ന ഇത് ആകെ ഈ 700 വേഴ്സസ് ഉള്ളതില് ധൃതരാഷ്ട്രർ ഈ ഒരൊറ്റ വേഴ്സേ പറയുന്നുള്ളൂ. വേറെ ഒരിടവും ഈ ധൃതരാഷ്ട്ര ഉവാച എന്ന് നമ്മൾ കേൾക്കുകയില്ല. ഈ ഒരൊറ്റ വേഴ്സേ ധൃതരാഷ്ട്രൻ പറയുന്നുള്ളൂ. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു വേഴ്സ് കാരണമാണ് ബാക്കി 699 വേഴ്സസും പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് സഞ്ജയൻ എന്ന് പറയുന്ന ധൃതരാഷ്ട്രരുടെ അസിസ്റ്റന്റ് ബാക്കിയുള്ള 699 വേഴ്സസും പറയുന്നത്. അപ്പൊ അതാണ് ഈ വേഴ്സിന്റെ പ്രാധാന്യം. ഇനി നമുക്ക് കാണാം കുരുക്ഷേത്ര. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കുരുക്ഷേത്ര എന്ന് പറയുന്ന എന്താണ് അതിൻ്റെ പ്രസക്തി. ഈ കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പറയുന്നു, അത് ഒരു വളരെ എല്ലാവരും വർഷിപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ രാജാക്കന്മാരും ഋഷികളും എല്ലാം കുറേ യജ്ഞങ്ങളും എല്ലാം ചെയ്ത സ്ഥലമാണ്. അവിടെ ദേവന്മാര് പോലും വന്ന് ഓരോ ആരാധന
എല്ലാം ചെയ്യുന്ന സ്ഥലമാണ് കുരുക്ഷേത്രം. ഇപ്പം അതിന് പിന്നെയും പ്രാധാന്യം കൂടും. ഈ ശ്രീകൃഷ്ണൻ അർജുനന്റെ അടുക്ക ഭഗവത്ഗീത പറയുന്നതോടുകൂടി ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം ഇനിയും കൂടാൻ പോവുകയാണ്. അപ്പൊ ഇപ്പോഴത്തന്നെ അതിന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് കുരുക്ഷേത്രം. ഇനി നമ്മൾ നോക്കിയാല് ഈ പർപ്പോട്ടിന്റെ അകത്ത്, ഈ ഭാവാർത്ഥത്തിന്റെ അകത്ത് പ്രഭുപാദ് പറയുന്നു, ഈ വീഡ്സ്, എന്താ അതിന് ഉപയോഗിച്ച വാക്ക്, വീഡ്സ് ഒക്കെ പറിച്ച് കളയുന്ന പോലെ ഈ നിലത്തിലെ, എന്താ വാക്ക്, ഒരു മിനിറ്റ്, കള. ഈ പാഡി ഫീൽഡ്സിലൊക്കെ കുറെ വീഡ്സ് കാണും അല്ലേ? ആ വീഡ്സ് എല്ലാം പറക്കി കളഞ്ഞാലേ നമ്മളുടെ പാഡി നല്ലോണം വളരുള്ളൂ അല്ലേ? അതുപോലെ ആണ് കൃഷ്ണൻ ഈ ദുര്യോധനാദികളെയെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ധർമ്മത്തെ തിരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാണ്. അതാണ് ഈ യുദ്ധം അതിനുള്ളതാണ്. എല്ലാ അധർമ്മികളെയും നീക്കിയിട്ട് അവരെയെല്ലാം കൊന്നിട്ട് ധർമ്മത്തെ തിരിച്ച് പുനർസ്ഥാപിക്കാനാണ് കൃഷ്ണന്റെ ഉദ്ദേശം ഈ വാർ കൊണ്ട്. പിന്നെ നമ്മൾ നോക്കിയാല് ഈ ശ്ലോകം തുടങ്ങുന്നത് ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞാണ്. ധർമ്മം എന്ന വാക്കുകൊണ്ടാണ് ഈ ഭഗവത്ഗീത തുടങ്ങുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. പണ്ട് കാലത്തെ ഏത് പുരാണങ്ങളുമൊക്കെ എടുത്തു നോക്കിയാല്, എല്ലാ ലിറ്ററേച്ചറും നോക്കിയാല്, ഏത് വാക്ക് വെച്ചാണോ ആ പുസ്തകം തുടങ്ങുന്നത് അതായിരിക്കും ആ പുസ്തകത്തിലെ സബ്ജക്റ്റ്. അതായിരിക്കും നമ്മളുടെ ആ ബുക്കില് എന്താ ഡിഫൈൻ ചെയ്യുന്ന, ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്ന ആ ഒരു വാക്കാണ് എന്നാണ് അർത്ഥം. അപ്പൊ ധർമ്മത്തിനെ കുറിച്ചാണ് ഈ ബുക്ക്. ഭഗവത്ഗീതയിൽ നമ്മൾ നോക്കിയ ത്രൂ ഔട്ട് ഭഗവത്ഗീത നമ്മൾ കുറെ സ്ഥലത്ത് ധർമ്മ 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 എന്ന് കാണും. അപ്പൊ ധർമ്മത്തിനെ കുറിച്ചുള്ള ബുക്കാണ് ഈ ഭഗവത്ഗീത. ഇനി ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് ധർമ്മം എന്ന് വെച്ചാൽ എന്താണെന്ന്. ധർമ്മം എന്ന് വെച്ചാല് എല്ലാരും പറയും അത് മതമാണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രവൃത്തികളെ ധർമ്മം എന്ന് വിളിക്കും, അങ്ങനെ പറയും. ശരിക്കു പറഞ്ഞാൽ ധർമ്മം എന്ന് വെച്ചാല് നമ്മളുടെ നേച്ചർ, നമ്മളുടെ പ്രകൃതി, നമ്മുടെ സ്വഭാവം, അതാണ് ധർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് വെള്ളത്തിന്റെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ലിക്വിഡിറ്റി. അതിൻ്റെ ലിക്വിഡിറ്റിക്ക് മലയാളം എന്താ? അത് ഒഴുകുന്ന അല്ലെ, അത് വെള്ളം ഒഴുകും അല്ലെ, താഴത്തേക്ക്, മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകും. അതാണ് ഈ വെള്ളത്തിന്റെ ധർമ്മം എന്ന് പറയും. അഗ്നി അല്ലെങ്കിൽ ഫയറിന്റെ ധർമ്മം എന്താണ്? ചൂടും വെളിച്ചവും തരുന്നത്. അതാണ് അതിൻ്റെ ധർമ്മം. അങ്ങനെ വരുമ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ധർമ്മം എന്താണ്? കൃഷ്ണനെ നമ്മൾ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ, ഈവൻ എല്ലാ ജീവജാലങ്ങളുടെയും ധർമ്മം. അതാണ് ഈ ബുക്കില് പറയുന്നത്. എന്താണ് നമ്മളുടെ ധർമ്മം, അത് എങ്ങനെ നമ്മൾ നിർവഹിക്കും എന്നുള്ളതാണ് ഈ ബുക്കിൽ പറയുന്നത്. ജീവജാലങ്ങളുടെ എല്ലാവരുടെയും ധർമ്മമാണെങ്കിലും അവർക്കൊന്നും അത് മനസ്സിലാക്കാനുള്ള അവബോധമില്ല. നമ്മൾക്ക് മനുഷ്യർക്കാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ആ ഇന്റലിജൻസ് ഉള്ളത്, ആ ബുദ്ധിയും ആ വിവേകവും ഉള്ളത് മനുഷ്യർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ്
മനുഷ്യ ജന്മത്തിൽ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. എന്ത്? ടു ലവ് ആൻഡ് ടു സെർവ് ഗോഡ്. അതാണ് നമ്മളുടെ ധർമ്മം, അതാണ് നമ്മളുടെ കർത്തവ്യം എന്ന് പറയാം. ധർമ്മം അതാണ് എന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ ഈ ഭഗവത്ഗീതയുടെ ടോപ്പിക്ക് ധർമ്മത്തെ കുറിച്ചാണ്. ഈ ഭഗവത്ഗീത ആദ്യത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ അർജുനന് വലിയ ഉത്സാഹമായിട്ട് വോറൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ഈ ഇതൊക്കെ അമ്പും വില്ലുമൊക്കെ എടുത്ത് തയ്യാറായി അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അപ്പുറത്തെ സൈഡില് ഈ ധൃതരാഷ്ട്രയുടെ മക്കള്, അത് അർജുനന്റെ തന്നെ കസിൻസ് ആണ്. എന്ന് വെച്ചാൽ അർജുനന്റെ അച്ഛന്റെ ചേട്ടൻ, വല്യച്ഛന്റെ മക്കളാണ് ഈ കൗരവര്. അപ്പൊ ഈ കൗരവരെല്ലാരും മുമ്പിൽ നിൽക്കുന്ന കാണുമ്പോഴ് അർജുനന് പറയും, കൃഷ്ണ, എന്നെ ഈ തേര് ഈ രണ്ട് ആർമിയുടെയും നടുക്ക് കൊണ്ട് നിർത്താമോ? ഞാനൊന്ന് കാണട്ടെ ആരൊക്കെയാണ് വന്നിരിക്കുന്ന ഈ ഫൈറ്റ് ചെയ്യാൻ എന്ന് നോക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അത് മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോ എന്തായി? അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭീഷ്മന്റെയും ദ്രോണാചാര്യയുടെ ഒക്കെ മുമ്പ് കൊണ്ട് നിർത്തും. എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ അറിയാം അവര് അർജുനന്റെ വീക്ക് പോയിന്റ്സ് ആണ്. അർജുനന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഭീഷ്മനെയും ദ്രോണാചാര്യരെയൊക്കെ എന്നറിയാം. അതുകൊണ്ട് അവരുടെ മുമ്പ് കൊണ്ട് ഈ രഥം നിർത്തും. അപ്പൊ അവരെ എല്ലാം കാണുമ്പം അർജുനന് ആകെ പരിഭ്രാന്തനാകും, കൺഫ്യൂസ്ഡ് ആകും. എന്നിട്ട് എന്താണ് പറയുന്നത്, ഇനി ഫൈറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ അർജുനന് ഒരു സംശയം വരും. അപ്പം കൃഷ്ണന്റെ അടുക്ക പറയും, കൃഷ്ണ, എന്താണ് എൻ്റെ ധർമ്മം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ ആൻസർ ആയിട്ടാണ് കൃഷ്ണൻ ബാക്കിയുള്ള വേഴ്സസ് എല്ലാം പറയുന്നത്. അതിൻ്റെ അകത്ത് എന്താണ് ധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ധൃതരാഷ്ട്ര എന്തിനാണ് സഞ്ജയന്റെ അടുക്ക ചോദിക്കുന്നത്? ധൃതരാഷ്ട്രം സഞ്ജയനും എവിടെയാണ്? ഹസ്തിനപുരത്താണ്, രാജധാനിയിലാണ്, കൊട്ടാരത്തിലാണ് നിൽക്കുന്നത്. ഈ വോർ നടക്കുന്നത് കുരുക്ഷേത്രത്തില്, അത് വേറൊരു സ്ഥലത്താണ്. അപ്പൊ ധൃതരാഷ്ട്ര സഞ്ജയന്റെ അടുക്ക ചോദിച്ചിട്ട് എന്താ കാര്യം എന്ന്? അത് സഞ്ജയന് ദീർഘദൃഷ്ടി കൊടുത്തിട്ടുണ്ട് വ്യാസദേവൻ. അപ്പൊ അത് ശരിക്കും വ്യാസദേവൻ ധൃതരാഷ്ട്രക്കാണ് പറഞ്ഞത്, ഞാൻ ദീർഘദൃഷ്ടി തരാം, അപ്പ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാം കാണാൻ പറ്റും. ഇപ്പോഴും നമുക്ക് TV ഉള്ള പോലെ, TV ഉള്ളപ്പം നമുക്ക് എന്താ, ദൂരെയുള്ള സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അപ്പൊ തന്നെ കാണാൻ പറ്റും അല്ലേ? അതുപോലെ കുരുക്ഷേത്രത്തിലെ എല്ലാ സംഗതികളും സഞ്ജയന് കാണാൻ പറ്റും. ആ ദിവ്യ ദൃഷ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ വ്യാസദേവൻ ആദ്യം ധൃതരാഷ്ട്രർക്കാണ് ഓഫർ ചെയ്തത് ഇത്. ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു, ഞാൻ ഈ ദിവ്യ ദൃഷ്ടി തരാം, അത് വെച്ച് ഇവിടെ ഇരുന്ന് തന്നെ. ഈവൻ ധൃതരാഷ്ട്രൻ ബ്ലൈൻഡ് ആണ്. ബ്ലൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്? കുരുടനാണ്, കണ്ണ് കാണാൻ വയ്യ. എന്നാലും ഈ ദിവ്യ ദൃഷ്ടി കൊണ്ട് ആ പോർക്കളത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അപ്പപ്പ കാണാൻ പറ്റും. അത് തരട്ടെ എന്ന് ചോദിക്കുമ്പോ ധൃതരാഷ്ട്രം വേണ്ടെന്ന് പറയും. എന്തുകൊണ്ടാണ്? ഈ ശ്രീകൃഷ്ണ ഭഗവാന് ഈ ദൂതായിട്ട് വരും, ഈ വോർ വേണ്ട എന്ന് പറയാൻ വേണ്ടി കൗരവരുടെ സഭയിൽ വരുമ്പോഴ് കൂടെ കുറെ ഋഷിമാരും എല്ലാം വന്നിരുന്നു. അപ്പൊ ഈ ഋഷിമാരെല്ലാം ധൃതരാഷ്ട്രമൊക്കെ പറയും, ഈ വോർ അവോയ്ഡ് ചെയ്യാണ് നല്ലത്. എന്താന്ന് വെച്ചാല് ഈ വോറില് നിങ്ങളുടെ 100 മക്കളും മരിച്ചു പോകും. അവര് മാത്രല്ല കുറെ പേര് മരിക്കും. അത് കാരണം ഈ വോർ അവോയ്ഡ് ചെയ്യാണ് നല്ലത്. അപ്പം ശ്രീകൃഷ്ണൻ പറയുന്ന പോലെ കേൾക്കുക, ഈ വോർ അവോയ്ഡ് ചെയ്തിട്ട് പാണ്ഡവർക്ക് പകുതി കിങ്ഡം കൊടുക്കുക. ഇല്ല എങ്കിൽ നിങ്ങള് 5
വില്ലേജസ് കൊടുക്കുക. 5 വില്ലേജസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഗ്രാമങ്ങൾ. 5 ഗ്രാമങ്ങൾ കൊടുക്കുക. അതും പറ്റില്ല എങ്കിൽ 5 വീട് കൊടുക്കുക. അവര് ക്ഷത്രിയരാണ്. അപ്പൊ ക്ഷത്രിയർക്ക് റൂള് ചെയ്യാണ് അവരുടെ ധർമ്മം. അപ്പൊ അതുകൊണ്ട് അവർക്ക് 5 വില്ലേജ് കൊടുക്കാൻ പറയും. അതില്ലെങ്കിൽ 5 വീട് കൊടുക്കാൻ പറയും. അപ്പം എന്താണ് ദുര്യോധനൻ പറയുന്നത്? ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്ര മൂത്ത മകനാണ്. ധൃതരാഷ്ട്രൻ രാജാവാണെങ്കിലും ദുര്യോധനൻ പറയുന്ന പോലെയാണ് ധൃതരാഷ്ട്രം എല്ലാം ചെയ്യുന്നത്. അപ്പൊ ദുര്യോധനൻ പറയും 5 വീട് പോരാഞ്ഞിട്ട് ഒരു മുട്ടുസൂചി ഇടുന്ന ആ സ്ഥലം, അത്രയും സ്ഥലം പോലും ഞാൻ കൊടുക്കില്ല എന്ന് പറയും. അപ്പൊ വോറ് ഇൻഎവിറ്റബിൾ ആയി, വോറുണ്ടായേ മതിയാവുള്ളൂ എന്നായി. അങ്ങനെയാണ് ഇവര് എല്ലാവരും കുരുക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് വോറിന് വേണ്ടി. അപ്പൊ 2 പാർട്ടികളും ഇങ്ങനെ നേർക്ക് നേര് നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ധൃതരാഷ്ട്രര് അവിടെ ഇരുന്ന് ഹസ്തിനപുരത്തിലിരുന്ന് സഞ്ജയന്റെ അടുക്കൽ പറയും, സഞ്ജയ എന്താണ് അവിടെ നടക്കുന്നതെന്ന്. അപ്പൊ ധൃതരാഷ്ട്രർ പറഞ്ഞു, എനിക്ക് തരണ്ട. എന്താന്ന് വെച്ചാൽ ധൃതരാഷ്ട്രർക്ക് പേടി. ഈ ഋഷിമാര് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മക്കൾ മുഴുവൻ മരിക്കുന്നു. അപ്പൊ ധൃതരാഷ്ട്രർക്ക് അത് കാണാനുള്ള സഹനശക്തി ഇല്ലാത്ത കാരണം എനിക്ക് തരണ്ട, എൻ്റെ അസിസ്റ്റന്റിന് കൊടുക്കാൻ പറയും, സഞ്ജയന് കൊടുക്കാൻ പറയും. അങ്ങനെയാണ് സഞ്ജയന് ഈ ദിവ്യ ദൃഷ്ടി കൊടുത്തത്. അപ്പൊ സഞ്ജയന്റെ അടുക്ക ചോദിക്കുകയാണ്, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തില് എൻ്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും അവിടെ വന്നു കൂടിയിരിക്കുന്നു, അവര് എന്ത് ചെയ്യാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ എൻ്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളെയും വേറെ ആയിട്ട് കാണുന്നത്? പാണ്ഡു ഈ പിള്ളേര് ചെറുതായിരുന്നപ്പോഴേ പാണ്ഡു മരിച്ചുപോയി. ശരിക്കും പാണ്ഡു ആയിരുന്നു രാജാവ്. ധൃതരാഷ്ട്രം മൂത്തതായിരുന്നെങ്കിലും ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാൻ വയ്യാത്ത കൊണ്ട് പാണ്ഡുവിനാണ് രാജ്യം കൊടുത്തത്. പക്ഷെ പാണ്ഡു കുറച്ചു കഴിഞ്ഞപ്പോഴ് വനവാസത്തിന് പോയി. അപ്പോഴ് ധൃതരാഷ്ട്രർക്ക് അത് ഭരിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് കൊടുത്തേച്ച് പോയി. അവിടെ വെച്ച് വനത്തിൽ വെച്ച് പാണ്ഡു മരിച്ചു പോകും. അപ്പോഴ് കുന്തി ദേവിയാണ് ഈ പാണ്ഡവരുടെ അമ്മ. കുന്തി ദേവി ഈ 5 മക്കളുമായിട്ട് ധൃതരാഷ്ട്രയിലേക്ക് വരും. അവർക്കിനി ആശ്രയമായിട്ട് ധൃതരാഷ്ട്രേ ഉള്ളൂ, പാണ്ഡുവിന്റെ ബ്രദർ, പാണ്ഡുവിന്റെ ചേട്ടൻ. അപ്പൊ അവിടെ വരും. അപ്പൊ ഈ പാണ്ഡുവിന്റെ മക്കളെ പാണ്ഡവ എന്ന് പറയും, ഈ ധൃതരാഷ്ട്ര മക്കളെ കൗരവർ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ധൃതരാഷ്ട്രയുടെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എല്ലാം കൗരവരാണ്. അവര് കുരുവംശത്തിൽപ്പെട്ടതാണ്. കുരുവംശം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ വംശം, ഈ യദു വംശത്തിൽ തന്നെയാണ് ഈ കുരുവംശവും. അത് പല മക്കൾ, ഈ ഡിസെൻഡൻസ് ഇങ്ങനെ വന്ന് ഈ യാദവ യയാതി എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. യയാതിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ദേവയാനി, ഒന്ന് എന്തായിരുന്നു, ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ശർമ്മിഷ്ഠ. അപ്പൊ യയാതിക്ക് 2 മക്കളുള്ളത്, അല്ല ഭാര്യമാരുള്ളത്, ദേവയാനിയും ശർമ്മിഷ്ഠയും. അപ്പൊ യയാതിയുടെ ദേവയാനിയിൽ നിന്നുള്ള മൂത്ത മകനാണ് യദു. അപ്പൊ യദുവിന്റെ വംശം, യദുവിന്റെ നിന്ന് ഉണ്ടായ മക്കള് അങ്ങനെയുള്ളതിനെ യദുവംശം എന്ന് പറയുകയും, പിന്നെ ശർമ്മിഷ്ഠയിൽ നിന്നുണ്ടായ ഒരു മോനാണ് പുരു. ആ പുരുയുടെ ഡിസെൻഡൻസ് എല്ലാവരും പുരുവംശം എന്ന് പറഞ്ഞു. അത് കുറെ കഴിഞ്ഞപ്പോ അതിനെ കുരുവംശം എന്ന് പറഞ്ഞു. ഈ കുരുവംശത്തിൽപ്പെട്ടതാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും. അപ്പൊ ധൃതരാഷ്ട്രരുടെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എല്ലാം കൗരവരാണ്. കുരുവംശത്തിൽപ്പെട്ടവരെ കൗരവർ എന്ന് വിളിക്കും. അപ്പൊ ഇവര് 2 പേരും കൗരവര് തന്നെയാണ്. പക്ഷേ ധൃതരാഷ്ട്രര് പാണ്ഡുവിന്റെ മക്കളും എൻ്റെ മക്കളും എന്ത് ചെയ്യുന്നു അവിടെ എന്ന് ചോദിക്കുന്നു. അത് കാണിക്കുന്നത് എന്താണ്? ധൃതരാഷ്ട്രര്
ആണ് നോക്കി വളർത്തിയത് പാണ്ഡുവിന്റെ പിള്ളേരെ. അപ്പം ഹി ഷുഡ് സീ ദം ആസ് ഹിസ് ഓൺ ചിൽഡ്രൻ അല്ലേ, സ്വന്തം മക്കളെ പോലെ കാണേണ്ടതാണ്. അത് മാത്രമല്ല, ഒരു രാജാവെന്ന് പറഞ്ഞാല് ആ പ്രജകളെ മുഴുവനും മക്കളായിട്ട് കാണേണ്ടതാണ്. പക്ഷേ ഇവിടെ ധൃതരാഷ്ട്രയുടെ മനസ്സാണ് കാണിക്കുന്നത്. അത് വേർതിരിഞ്ഞ് കാണുന്നു. സ്വന്തം മക്കളെയും സ്വന്തം അനിയന്റെ മക്കളെയും വേറെ വേറെ ആയിട്ട് കാണുന്നു. അതുകൊണ്ടാണല്ലോ ഈ വാർ തന്നെ ഉണ്ടാകാൻ കാരണം. അങ്ങേരെ ധൃതരാഷ്ട്രര് മക്കളെ കൂടുതൽ സ്നേഹിക്കുകയും എന്നിട്ട് മക്കൾക്ക് കൊടുക്കണം രാജ്യം എന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പാണ്ഡു ആയിരുന്നു രാജാവ്. അപ്പൊ പാണ്ഡുവിന്റെ മക്കള് വലുതാവുമ്പം പാണ്ഡുവിന്റെ മോൻ വേണം രാജാവാകാന്. അതല്ല എങ്കിൽ പോലും ധൃതരാഷ്ട്രർ എൽഡസ്റ്റ് ആയിരുന്നു. അത് കാരണം ധൃതരാഷ്ട്രരുടെ മക്കൾക്കും പാണ്ഡുവിന്റെ മക്കൾക്കും ഒരേ അവകാശം ഉണ്ടെന്ന് വിചാരിച്ചാൽ പോലും യുധിഷ്ഠിരനാണ് പാണ്ഡവരുടെ എൽഡസ്റ്റ്. യുധിഷ്ഠിരനാണ് ദുര്യോധനനെ കാട്ടിലും എൽഡർ. അപ്പം ഏത് വിധത്തിൽ നോക്കിയാലും യുധിഷ്ഠിരൻ വേണം രാജാവാകാൻ. പക്ഷേ ധൃതരാഷ്ട്രരുടെ മോൻ രാജാവായി കാണണം, ദുര്യോധനൻ. അതിനാണ് ഈ ഓരോ ഇതെല്ലാം ചെയ്ത് കുറെ തവണ പാണ്ഡവരെ ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പൊ ഇനി അവര് എന്തിനാണ് കുരുക്ഷേത്രത്തിൽ പോയിരിക്കുന്നത്? വോറിന് അല്ലെ. അവര് ഈ വോർ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ പോയിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അവരെന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന ആ സെന്റൻസിന് ഒരു പ്രസക്തി ഇല്ല അല്ലെ. ശരിക്കും പറഞ്ഞ അവരെന്തിനാ അവിടെ പോയ? ഫൈറ്റ് ചെയ്യാൻ അല്ലെ. അപ്പൊ പിന്നെ എന്തിനാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്? എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും അവിടെ വന്ന് ചേർന്നല്ലോ കുരുക്ഷേത്രത്തില്, അവരെന്ത് ചെയ്യുന്നു? അവര് ഫൈറ്റ് ചെയ്യുന്നു അല്ലെ. പക്ഷെ അത് ചോദിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ധൃതരാഷ്ട്രർക്ക് ഒരു പേടി ഉള്ളില്. ഈ കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു ധർമ്മക്ഷേത്രമാണ്. നമ്മൾ പറഞ്ഞു അവിടെ കുറെ സാക്രിഫൈസസും കുറെ യജ്ഞങ്ങളും ഒക്കെ ചെയ്തു. അവിടെ എല്ലാ ദേവന്മാര് പോലും അവിടെ വന്ന് വർഷിപ്പൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സ്ഥലമായ കുരുക്ഷേത്രത്തിൽ ചെന്നാല് അഥവാ എൻ്റെ മക്കൾക്ക് മനം മാറിയിട്ട് ദുര്യോധനൻ പറയുമോ, എന്നാ വേണ്ട, വോറ് വേണ്ട, ദാ എടുത്തോ, രാജ്യം പിടിച്ചോ എന്ന് യുധിഷ്ഠിരന്റെ അടുക്ക പറയുമോ എന്ന് സംശയിച്ചു ധൃതരാഷ്ട്രർ. ഇപ്പൊ നമ്മള് ഒരു റെസ്റ്റോറൻറ്റിൽ പോവാണ്. അപ്പൊ നമ്മൾ എന്നിട്ട് ആ ഡൈനിങ് റൂമിൽ ഇരുന്ന് കഴിക്കുകയാണ് റെസ്റ്റോറൻറ്റില്. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ അവിടെ പോയി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു ക്വസ്റ്റ്യന് വല്ല പ്രസക്തിയും ഉണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്ന എന്തിനാണ്? കഴിക്കാന്. അതുപോലെയാണ് ഈ ധൃതരാഷ്ട്രർ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യന് എന്താണ് അവര് ചെയ്തത് എന്ന് പറഞ്ഞത് നമുക്ക് സൂപ്പർഫിഷ്യലി നമുക്ക് തോന്നും, പുറമേ നമുക്ക് തോന്നും എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ധൃതരാഷ്ട്രരുടെ മനസ്സിലുള്ള ആ ഒരു പേടി. ഇനി അഥവാ ദുര്യോധനൻ വേണ്ട എന്ന് വെക്കുമോ എന്ന്. ധൃതരാഷ്ട്രർക്ക് ഈ വോർ വേണം. ഒരു കാരണവശാലും ഈ വോർ വേണ്ടാന്ന് വെക്കാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ ധൃതരാഷ്ട്രരുടെ വിചാരം ഇങ്ങനെയൊക്കെ ഋഷിമാര് പറഞ്ഞെങ്കിലും എന്നാലും ധൃതരാഷ്ട്ര മനസ്സിൽ ഒരു ചെറിയ ഹോപ്പ് ധൃതരാഷ്ട്ര മക്കള് തന്നെ ജയിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ധൃതരാഷ്ട്രരുടെ ആർമി, ഈ ദുര്യോധനന്റെ ആർമി വളരെ വലുതാണ് കമ്പയർഡ് ടു പാണ്ഡവരുടെ ആർമി. അത് കാരണം ധൃതരാഷ്ട്ര വിചാരിക്കുന്നു ഒരു പക്ഷേ ജയിച്ചേക്കും എന്ന്. പിന്നെന്താ, ഈ കൗരവരുടെ ആർമി ലീഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഭീഷ്മാചാര്യർ. ഭീഷ്മാചാര്യർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ സമയത്തെ ഏറ്റവും വലിയ ഒരു വാറിയർ ആയിരുന്നു ഭീഷ്മ. പിന്നെ ദ്രോണാചാര്യർ. ഈ എല്ലാ പാണ്ഡവരെയും കൗരവരെയും ഒക്കെ ഈ ആർച്ചറി പഠിപ്പിച്ചത് ദ്രോണാചാര്യരാണ്.
അപ്പൊ ദ്രോണാചാര്യര്, ഭീഷ്മര്, പിന്നെ ആരൊക്കെ ഉണ്ട്, കൃപാചാര്യര്, കർണൻ, ഇങ്ങനെ കുറെ വലിയ വാറിയേഴ്സ് എല്ലാം കൗരവരുടെ ആർമിയിലുണ്ട്. അത് കാരണം ധൃതരാഷ്ട്രം വിചാരിക്കുകയാണ് എന്തൊക്കെ ആയാലും നമ്മൾ തന്നെ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. പാണ്ഡവരാണെങ്കിൽ അവര് അതുവരെയും വനവാസത്തിലായിരുന്നു, 13 കൊല്ലം അവര് വനവാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ അവരെത്തിയതേ ഉള്ളൂ. അപ്പം ചാൻസസ് ആർ അവര് തോക്കും, അവർക്ക് ഇത്രയും വലിയ ആർമി ഒന്നും ഇല്ല. പിന്നെയാണെങ്കിൽ കൃഷ്ണൻ, ഞാൻ ഇന്നലെ പറഞ്ഞു തന്നു, കൃഷ്ണന്റെ അടുത്ത് ദുര്യോധനനും അർജുനനും ചെന്നു, ഞങ്ങളുടെ സൈഡിൽ നിൽക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം കൃഷ്ണൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. എൻ്റെ ആർമി ഒരു സൈഡുകാര് എൻ്റെ ആർമി എടുത്തോ, മറ്റേ സൈഡിൽ ഞാൻ നിൽക്കാം. പക്ഷേ ഞാന് വെപ്പൻസ് ഒന്നും എടുക്കില്ല, ഞാൻ ആയുധങ്ങളൊന്നും എടുക്കില്ല, ഞാൻ വെറുതെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ പറഞ്ഞു, എനിക്ക് കൃഷ്ണനെ മതി, ഞങ്ങളുടെ ആർമിയിൽ കൃഷ്ണൻ മതി, കൃഷ്ണന്റെ ആർമി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ദുര്യോധനന് വലിയ സന്തോഷമായി, ദുര്യോധനന് വേണ്ടത് കൃഷ്ണന്റെ ആർമി ആയിരുന്നു. അപ്പം അങ്ങനെ കൃഷ്ണൻ അർജുനന്റെ സൈഡിലും ആർമി, കൃഷ്ണന്റെ ആർമി ദുര്യോധനന്റെ സൈഡിലുമായി. അപ്പൊ ഇതെല്ലാം കൊണ്ട് ധൃതരാഷ്ട്ര വിചാരിക്കുകയാണ്, കൃഷ്ണൻ ഓക്കെ, കൃഷ്ണൻ ഒരു വലിയ യോദ്ധാവൊക്കെ ആണെങ്കിലും കൃഷ്ണന് വെപ്പൻസ് ഒന്നും എടുക്കുന്നില്ല, ആയുധങ്ങളൊന്നും എടുക്കാൻ പോകുന്നില്ല. അപ്പൊ ഓക്കെ, അതുകൊണ്ട് കൃഷ്ണനെ വലിയ കാര്യമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല, വെറും അർജുനന്റെ ഒരു തേരാളി മാത്രമായിട്ടായിരിക്കും കൃഷ്ണൻ അതില് പങ്കെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ധൃതരാഷ്ട്ര ഇപ്പോഴും വിചാരിക്കുകയാണ് ധൃതരാഷ്ട്ര മക്കൾ തന്നെ ജയിക്കും ഈ വാറില്, പാണ്ഡവരെ എല്ലാരെയും കൊല്ലും, എന്നിട്ട് ദുര്യോധനന് പീസ്ഫുൾ ആയിട്ട് ഹസ്തിനപുരം ഭരിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ സഞ്ജയന് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു അവർ എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഈ ഭഗവത്ഗീതയിലെ ലാസ്റ്റ് വേഴ്സിൽ നമുക്ക് കാണും. ലാസ്റ്റ് വേഴ്സ് 18.78 വേഴ്സില് സഞ്ജയൻ പറയുന്നുണ്ട്, എവിടെ കൃഷ്ണനുണ്ടോ, എവിടെ അർജുനനുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴ് അത് ഇൻഡയറക്ട്ലി അപ്പോഴത്തേക്കും വാർ തുടങ്ങിയിട്ടില്ല, പ്രവചിക്കുകയാണ്, പ്രോഫസിയാണ്, ഇതായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് സഞ്ജയൻ പറയാണ്. എവിടെ കൃഷ്ണനുണ്ടോ, എവിടെ അർജുനനുണ്ടോ അവിടെ എന്തായാലും അവിടെ ജയമുണ്ടാവുള്ളൂ എന്ന് ധൃതരാഷ്ട്രരടുക്ക പറയുകയാണ്. ഇനി അർജുനന് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് വേഴ്സ് ആകുമ്പോൾ നമുക്ക് കാണാം, അർജുനന് ആദ്യം വില്ലും അമ്പും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് നിന്നിട്ടാണ് പറയുന്ന കൃഷ്ണന്റെ അടുക്കല് ഈ ആർമിയുടെ നടുക്ക് കൊണ്ട് നിർത്താമോ എന്ന് ചോദിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ആവും, അപ്പോഴത്തേക്ക് എന്താ, അർജുനൻ കാണും എല്ലാവരും നിൽക്കുന്നത്, അമ്മാവന്മാര്, അപ്പൂപ്പന്, ടീച്ചേഴ്സ്, എല്ലാവരും നിൽക്കുന്ന കാണും, ബ്രദേഴ്സ്, കസിൻസ് എല്ലാവരും ഈ പോർക്കളത്തിൽ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് അർജുനന് ആകെ വിഷമമാകും. എന്നിട്ട് അവരോട് ഭയങ്കര കൃപ തോന്നും, ഇവരെല്ലാം മരിക്കേണ്ടതാണല്ലോ, ഈ യുദ്ധത്തിൽ വെറുതെ ഇവരെ എല്ലാവരെയും കൊല്ലേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു വിഷമം വന്നിട്ട് അർജുനന് ഈ വില്ലും അമ്പും താഴെ വെച്ചിട്ട് കൃഷ്ണ ഞാനും ഫൈറ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പോഴ് ആണ് കൃഷ്ണന് എന്നിട്ട് പറയും, എനിക്കാകെ എൻ്റെ ശരീരം മുഴുവനും വേർക്കുന്നു, എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല, എൻ്റെ നാക്ക് കുഴയുന്നു, എൻ്റെ വായൊക്കെ വരളുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും കൃഷ്ണനോട്. എന്നിട്ട് കൃഷ്ണന്റെ അടുക്ക പറയും, കൃഷ്ണ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, എന്താണ് എൻ്റെ ധർമ്മം, വാട്ട് ആം ഐ സപ്പോസ് ടു ഡു
അത് എന്നോട് പറഞ്ഞു തരുമോ? ഞാൻ അങ്ങേ എൻ്റെ ഗുരുവായിട്ട് കരുതുന്നു എന്ന് പറയും. ശരിക്കും കൃഷ്ണനും അർജുനനും സുഹൃത്തുക്കളാണ്, ഫ്രണ്ട്സ് ആണ്. പക്ഷേല് അപ്പം അർജുനൻ പറയും, ഞാൻ എൻ്റെ ഗുരുവായിട്ട് കാണുന്നു, അപ്പൊ എന്നെ ഒന്ന് ഉപദേശിക്കണം, എന്താണ് എൻ്റെ ധർമ്മം എന്ന് പറയും. അപ്പൊ കൃഷ്ണന് ഈ ഗീത മുഴുവനും ഉപദേശിച്ചു കൊടുക്കും. ഈ ഗീത മുഴുവനും ഉപദേശിച്ചു കൊടുത്തിട്ട് കൃഷ്ണൻ പറയും, നീ ഇതെല്ലാം കേട്ടില്ലേ, ശ്രദ്ധയോടെ കേട്ടില്ലേ, ഇനി എന്താണ് ഉചിതം എന്ന് നിനക്ക് തോന്നുന്നത് നീ ചിന്തിച്ചിട്ട് അതുപോലെ ചെയ്യുമെന്ന് പറയും. അപ്പൊ അർജുനൻ പറയും, എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ആ കൺഫ്യൂഷൻ എല്ലാം മാറി, ഞാന് ഇനി കൃഷ്ണൻ പറയുന്ന പോലെ കേൾക്കാം എന്ന് പറഞ്ഞ് തിരിച്ച് ഈ അമ്പും വില്ലും എടുക്കും. അതുപോലെ തന്നെ നമ്മൾക്കും ജീവിതത്തില് ധാരാളം കൺഫ്യൂഷൻസ് ഉണ്ടാകും അല്ലെ? നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾക്ക് എന്താ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ നമുക്കും കുറേ സംശയങ്ങൾ വരും. പക്ഷേ നമ്മള് അർജുനനെ പോലെ ഈ ഭഗവത്ഗീതയെ മുഴുവനും ശ്രവിച്ചിട്ട് നമ്മള് നല്ല ഡിറ്റർമിൻഡ് ആയിട്ട്, നമ്മള് ഈ ശരീരമല്ല, നമ്മള് ഈ ആത്മാവാണ്, നമ്മള് കൃഷ്ണന്റെ ഒരു അംശമാണ്, കൃഷ്ണന്റെ എല്ലാ ക്വാളിറ്റീസും നമുക്കുമുണ്ട്, അങ്ങനെ നമുക്ക് ആ ഒരു ആത്മധൈര്യം അപ്പൊ വരും. നമ്മൾ കൃഷ്ണന്റെ മക്കളാണ്, കൃഷ്ണൻ ഇത്രയും പരമ ദിവ്യോത്തമ പുരുഷനായ കൃഷ്ണന്റെ നമ്മൾ ഒരു അംശമാണ് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്കും ധൈര്യം വരും. ആ എന്തൊക്കെ സിറ്റുവേഷൻസ് നമ്മളുടെ ലൈഫിൽ ഉണ്ടായാലും, എന്തൊക്കെ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായാലും നമുക്ക് അതെല്ലാം തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം ഈ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് കിട്ടും. ആ ഭഗവത്ഗീതയിൽ പറയുന്ന എല്ലാ ഉപദേശങ്ങളും നമ്മൾ ഫോളോ ചെയ്താല് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും നമുക്ക് നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് കിട്ടും. ഇനി അത് കാരണം ഈ ഭഗവത്ഗീത ഈ ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ലെസൺസ് എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ലെസൺസ് എന്തൊക്കെയാണ്? അത് നമ്മളും ഇതുപോലത്തെ അർജുനന് വന്ന പോലത്തെ കൺഫ്യൂഷൻ നമ്മൾക്കും ജീവിതത്തിൽ പല സന്ദർഭത്തിലും നമുക്കും ഉണ്ടാവാം. അപ്പോഴൊക്കെ നമ്മൾ ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ നമ്മൾ ഓർക്കണം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ആത്മവിശ്വാസം കിട്ടിയിട്ട് നമ്മൾ അതിനെ എല്ലാം തരണം ചെയ്യണം എന്നാണ് ഒന്ന്. പിന്നെ എന്താ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾക്ക് അറ്റാച്ച്മെന്റ്, നമുക്ക് ഒരു ആസക്തി എന്തിനെങ്കിലും ഉണ്ടായാല് അത് നമ്മളെ കണ്ണ് മൂടും, നമ്മൾ ബ്ലൈൻഡ് ആകും, നമ്മള് കുരുടന്മാരാകും. നമ്മൾക്ക് ഏതെങ്കിലും കൃഷ്ണനല്ലാതെ, കൃഷ്ണനെ സംബന്ധിക്കുന്ന അല്ലാതെ വേറെ ഏത് കാര്യത്തിൽ നമുക്ക് ആസക്തി ഉണ്ടായാലും നമ്മൾ കൃഷ്ണനെ മറന്നു പോകും. കൃഷ്ണനെ മറക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ആറ്റിറ്റ്യൂഡിന് എന്താ പറയുക, നമ്മളുടെ വീക്ഷണം ബ്ലൈൻഡ് ആയിരിക്കാന്ന് വെച്ചാൽ ഈ ധൃതരാഷ്ട്രരെ പോലെ. ഇപ്പൊ ധൃതരാഷ്ട്രര് പുറമേ കണ്ണ് കാണാൻ വയ്യാത്ത ആളാണ്, പക്ഷെ ഉള്ളിലും കണ്ണ് കാണാൻ വയ്യായിരുന്നു. എന്ന് വെച്ചാൽ ഉൾക്കണ്ണും തുറന്നിട്ടില്ലായിരുന്നു ധൃതരാഷ്ട്രരുടെ. എന്തുകൊണ്ടായിരുന്നു? എന്താന്ന് വെച്ചാല് മക്കളുമായിട്ടുള്ള ആ ഭയങ്കര അറ്റാച്ച്മെന്റ്, ആസക്തി. ധൃതരാഷ്ട്രന് നല്ലോണം അറിയാം മക്കള് തെറ്റായ വഴി കൂടിയാണ് പോകുന്നതെന്നുള്ളത്. എന്നാലും ആ മക്കളോടുള്ള ആ ആസക്തി കൊണ്ട് അവര് ചെയ്യുന്ന എല്ലാത്തിനും യെസ് മൂളിക്കൊണ്ടിരുന്നു. ഈവൻ പാണ്ഡവരെ കൊല്ലാൻ പല തവണ ശ്രമിച്ചു ദുര്യോധനൻ.
അതിലെല്ലാം അതൊക്കെ ധൃതരാഷ്ട്രർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ധൃതരാഷ്ട്ര അതിനെല്ലാം കൂട്ടുനിന്നു. എന്തിനാ? ഈ ഒരു അരക്ക് കൊണ്ടുള്ള ഒരു ഇല്ലം പോലും ഉണ്ടാക്കി. എന്നിട്ട് പാണ്ഡവരെ അവിടെ വിട്ടു. പാണ്ഡവരുടെ ഒക്കെ പറഞ്ഞു അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, നിങ്ങൾ പോയി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീടൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ വീട്ടിൽ പോയി നിന്ന് നിങ്ങൾ ആ ഫെസ്റ്റിവല് പോയി കാണണം എന്ന് പറഞ്ഞ് അവരെ ആ ഇല്ലത്തിലോട്ട് വിടും. ആ ഇല്ലം അരക്കുകൊണ്ട്, അരക്കെന്ന് പറഞ്ഞാല് ലാക്ക്, അത് വേഗം തീ പിടിക്കുന്നതാണ്, വാക്സ് പോലെ. അതില് ഒരു തീ കൊള്ളി കൊണ്ടാ മതി, അത് മുഴുവനും കത്തി എരിയും. അങ്ങനത്തെ ഒരു ഇല്ലത്തിൽ വിടും. എന്നിട്ട് അറേഞ്ച് ചെയ്യും ഒരാളെ അത് തീ ഇടണം. അവര് അവിടെ കിടക്കുന്ന രാത്രിയില് അവര് ഉറങ്ങുന്ന സമയത്ത് തീ ഇട്ട് അവരെ എല്ലാരെയും കൊല്ലണം എന്ന് പറയും. അപ്പൊ അതെല്ലാം ധൃതരാഷ്ട്രം കൂടെ കൂട്ടുനിന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ ആസക്തി ഇല്ലെങ്കിൽ, നമ്മുടെ മക്കളോടൊരു അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ ഹാർഡ് ഹാർട്ടഡ് അല്ലേ എന്ന് നമുക്ക് തോന്നും. നമ്മൾ ക്രൂര ഹൃദയമല്ലേ, നമ്മളുടെ മക്കളെ സ്നേഹിക്കുന്നില്ല, അവരോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ക്രൂരമാണ്, നമ്മളുടെ ഹൃദയം ക്രൂരമാണെന്നല്ലേ എന്ന് നമുക്ക് തോന്നും. ശരിക്കും തിരിച്ചാണ്. നമുക്ക് ആസക്തി ഒരാളോട് കൂടുതൽ ഉള്ളപ്പോഴാണ് നമ്മൾ ഹാർഡ് ഹാർട്ടഡ് ആവുന്നത്. ധൃതരാഷ്ട്രർക്ക് മക്കളോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് പാണ്ഡവരെ ദ്രോഹിച്ചത്. അതുപോലെ നമുക്ക് മക്കളോട് അധികമായ അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പം നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ നമ്മൾ ദ്രോഹിക്കും. അതുകൊണ്ട് അറ്റാച്ച്മെന്റിനെക്കാളും എന്തൊക്കെ നമ്മളെ കൃഷ്ണനിൽ നിന്ന് നമ്മളെ അകറ്റുന്നുവോ, എന്താണ് കൃഷ്ണനുമായിട്ട് സംബന്ധമില്ലാത്ത ഏതൊരു കാര്യവും നമ്മൾ വർജിക്കണം, നമ്മൾ അത് വേണ്ടാന്ന് വെക്കണം. അത് കൃഷ്ണനിൽ നിന്ന് നമ്മളെ ദൂരെ, നമ്മൾ കൃഷ്ണനെ മറക്കാൻ വേണ്ടി അത് നമ്മളെ മറപ്പിക്കും. അപ്പൊ നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമ്മൾ ധൃതരാഷ്ട്രം എന്നുള്ള പേര് തന്നെ ഞാൻ പറഞ്ഞു. ധൃത എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുക, നമുക്ക് അറ്റാച്ച്മെന്റ്, അതിനെയാണ് ധൃത എന്ന് പറയുന്നത്. അപ്പൊ ധൃതരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഈ ധൃതരാഷ്ട്രന് രാഷ്ട്രത്തോട്, ആ കൺട്രിയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ആ കിങ്ഡം ഹസ്തിനപുരത്തിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ 100 മക്കൾ മരിച്ചു. ഈ കുരുക്ഷേത്രത്തില് 100 മക്കളും മരിച്ചുപോയി. എന്നിട്ടും ഹസ്തിനപുരം വിട്ടില്ല ധൃതരാഷ്ട്ര. ഈ പാണ്ഡവരെ എത്ര ദ്രോഹിച്ചു പാണ്ഡവരെ, ആ പാണ്ഡവരുടെ കീഴില് എന്നിട്ടും ഹസ്തിനപുരത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വിതുര എന്ന് പറയുന്ന ഈ ധൃതരാഷ്ട്രയും പാണ്ഡുവിന്റെയും വേറൊരു ബ്രദറാണ്. ആ ബ്രദർ വന്ന് കുറെ ഉപദേശിച്ചിട്ടാണ് ധൃതരാഷ്ട്ര അറ്റാച്ച്മെന്റ് വിട്ടത്. നോക്കിയേ, ഈ ഗീത അർജുനൻ കേട്ട പോലെ തന്നെ ധൃതരാഷ്ട്രം കേൾക്കുന്നുണ്ടായിരുന്നു അല്ലെ, ത്രൂ സഞ്ജയ ഈ കൃഷ്ണന് ഈ ഭഗവത്ഗീത പറഞ്ഞത് മുഴുവനും സഞ്ജയന് ധൃതരാഷ്ട്രയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ധൃതരാഷ്ട്രന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നോ? അർജുനന് ഫൈറ്റ് ചെയ്യണ്ട എന്ന് വെച്ച അമ്പും വില്ലും മാറ്റി വെച്ചിരുന്ന ആള് ഈ ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞപ്പോൾ അതൊക്കെ തിരിച്ചെടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. എന്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യാൻ റെഡിയായ? അത് കൃഷ്ണന്റെ ഇച്ഛയാണെന്ന് മനസ്സിലായിട്ട് അർജുനന് സ്വന്തം പിതാമഹനെയും സ്വന്തം അധ്യാപകനെയും എല്ലാം ഗുരുവിനെയും ഒക്കെ കൊല്ലണം എന്ന് ഇഷ്ടമില്ല എങ്കിലും അത് കൃഷ്ണന്റെ ഇച്ഛയാണ്, കൃഷ്ണൻ അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അർജുനൻ ഫൈറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതുപോലെ ധൃതരാഷ്ട്ര ഈ ഭഗവത്ഗീത മുഴുവനും കേട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ധൃതരാഷ്ട്ര അപ്പ വിളിച്ച് പറഞ്ഞേനെ, ഈ വോർ വേണ്ട, നമുക്ക് നിർത്താം, എന്നിട്ട് നമുക്ക് രാജ്യം പകുതി എടുക്കാം,
പാണ്ഡവർക്ക് പകുതിയും കൊടുക്കാം, യുധിഷ്ഠിരന് പകുതിയും കൊടുക്കാം, ദുര്യോധനൻ പകുതിയും എടുത്ത് രാജ്യം ഭരിക്കട്ടെ എന്നൊരു ഡിസിഷൻ എടുക്കാമായിരുന്നു. പക്ഷേ ഈ ഭഗവത്ഗീത ഇതിലേ കേട്ടിട്ട് ഇതിലേ അങ്ങ് പോയി. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. നമ്മളും അങ്ങനെ ചെയ്യാമോ? ഇന്ന് തൊട്ട് നമ്മൾ ഭഗവത്ഗീത കേൾക്കുകയാണ്, ഈ ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളയാമോ? പാടില്ല അല്ലേ? നമ്മൾ അർജുനനെ പോലെ, അർജുനൻ ഈ ഭഗവത്ഗീത എല്ലാം കേട്ടിട്ട് അർജുനന് മാറ്റം വന്ന പോലെ നമ്മൾക്കും ഈ ഭഗവത്ഗീത കേട്ടിട്ട് മാറ്റം വരണം ജീവിതത്തില്. അതാണ് ഇന്നത്തെ സന്ദേശം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ ഭഗവത്ഗീത കുറെ ശ്ലോകങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ കുറെ ഇൻഫർമേഷൻ, പണ്ട് 5000 കൊല്ലം മുമ്പം ഇങ്ങനെ ഒരു മഹാഭാരത വാറുണ്ടായിരുന്നു, അതിൽ പാണ്ഡവരും കൗരവരും ഫൈറ്റ് ചെയ്തു, അങ്ങനെ കുറെ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു വേദിയല്ല ഈ ഭഗവത്ഗീത വായിക്കുന്നതൂടെ. ഭഗവത്ഗീത വായിക്കുന്നത് കൊണ്ട്, ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ട് നമ്മളുടെ ജീവിതത്തില് പരിവർത്തനം ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ട്രാൻസ്ഫോം അവർ ലൈഫ്. നമ്മുടെ ജീവിതം നല്ലതാക്കണം. നമ്മൾക്കുള്ള ചീത്ത സ്വഭാവങ്ങളും എല്ലാം ഈ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും, ഈ ഭഗവാൻ ഓരോ ശ്ലോകങ്ങൾ പറയുന്നതും കേൾക്കുമ്പം അതിൻ്റെ അകത്തെ സന്ദേശങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരണം. അതാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന സന്ദേശം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ ഇനി ഫോളോ ചെയ്യുമോ? അപ്പൊ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്, നമ്മള് കൃഷ്ണനിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന സംഗതികളിൽ നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മള് കോമിക്സും ഈ ഒരു കാർട്ടൂണുകളും എല്ലാം കാണും അല്ലേ ഈ TV-യിൽ. ആ കാർട്ടൂണുകൾ കണ്ടിട്ട് വലിയ പ്രയോജനമുണ്ടോ? എന്നാൽ ഉണ്ട് കാർട്ടൂണ്, ഈ കൃഷ്ണന്റെ കാർട്ടൂണൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാൽ നമുക്ക് കൃഷ്ണനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അതുപോലത്തെ അല്ലാതെ എന്തൊക്കെ കാർട്ടൂൺസ് ഇപ്പൊ ഉള്ളത്? മോഗ്ലി ഒക്കെ ആയിരുന്നു എൻ്റെ പിള്ളേര് ചെറുതായിരുന്നു. അപ്പൊ മോഗ്ലിയുടെ കഥ, ലയൺ കിങ്, ഇപ്പൊ എന്തൊക്കെയാ സ്പൈഡർമാന്, അങ്ങനത്തെ ഒക്കെ കാണുന്നതിന് പകരം നമ്മൾ കാണേണ്ടത് കൃഷ്ണനും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം കാണാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു കൃഷ്ണന് എന്താ 18.65 പറഞ്ഞ എന്തായിരുന്നു? 4 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ കൃഷ്ണന് ആയിട്ട് അടുക്കാൻ വേണ്ടി. എന്തൊക്കെയായിരുന്നു? വേർഷിപ്പ് മീ, ബിക്കം മൈ ഡിവോട്ടി, പിന്നെ തിങ്ക് ഓഫ് മീ ഓൾവേസ്, പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, പേ ഒബേസൻസസ് ടു മീ അല്ലെ. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കൃഷ്ണന് അൾട്ടിമേറ്റ്ലി നമുക്ക് കൃഷ്ണനെ സ്നേഹിക്കാൻ പറ്റും. നമ്മളുടെ ലിറ്റിൽ കൃഷ്ണ എന്നുള്ള ഇതുണ്ടല്ലേ കാർട്ടൂൺ, ലിറ്റിൽ കൃഷ്ണയുടെ, അത് കാണണം. അപ്പൊ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യണം, പഠിച്ചൊക്കെ കഴിഞ്ഞൊക്കെ റിലാക്സ് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ കാർട്ടൂൺ കാണാം. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു കൃഷ്ണ ലോകത്ത് പോയി കൃഷ്ണനുമായിട്ട് ജീവിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അതിനേക്കാളും ഭക്തന്മാര്, നല്ല പ്യോർ ഡിവോട്ടീസ് ഒക്കെ പറയുന്നത്, ഞാൻ ഹെല്ലിൽ വേണേലും പൊയ്ക്കോട്ടെ, എനിക്ക് നരകത്തിൽ പോകാനും വിരോധമില്ല, എനിക്ക് വേണ്ടത് അപ്പോഴും ഞാൻ കൃഷ്ണനെ ഓർക്കണം, ഞാൻ കൃഷ്ണനെ സ്നേഹിക്കണം. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നമ്മളുടെ ഗോൾ ഓഫ് ലൈഫ്, നമ്മളുടെ ലക്ഷ്യം ഈ ജീവിതത്തിന്റെ. ഓക്കെ, അപ്പൊ ആ കൃഷ്ണനെ സ്നേഹിക്കാനും കൃഷ്ണനെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ഈ ഭഗവത്ഗീത വായിക്കുന്നത് കൊണ്ട് പഠിക്കുന്നത് കൊണ്ടും നമുക്ക് ഉപയോഗം വരും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
നാളെ നമ്മൾ സെക്കൻഡ് ശ്ലോകമായിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇനി ഈ ഫസ്റ്റ് ശ്ലോകത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകില്ല. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞ് നാളെ ആലോചിച്ച് ആ ശ്ലോകം ഒന്നും കൂടി, ആ ഭാവാർത്ഥമൊക്കെ ഒന്നും കൂടി വായിച്ചിട്ട് അതിൽ വല്ല സംശയവും തോന്നുകയാണെങ്കിൽ നാളെ ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. പിന്നെ വാഞ്ചാകൽപതരുർഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദ की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. अनंत कोटि वैष्णव वृंद की जय. हरे कृष्ण. അപ്പൊ ഇന്ന് നമുക്കിവിടെ തീർക്കാം. ഇന്ന് നേരത്തെ ഞാൻ വിട്ടു. ഞാൻ ഇന്നലെ പ്രോമിസ് ചെയ്തിരുന്നു അനാമികയുടെ അമ്മയുടെ അടുത്ത് ഇനി നേരത്തെ വിടും. അപ്പൊ മാക്സിമം 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ്, അതിന്റെ അപ്പുറം പോകണ്ട ക്ലാസ്. കൊച്ചുകുട്ടികളായോണ്ട് ഉറക്കമൊക്കെ വരും. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നിർത്താം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. മഞ്ജിമ, അപ്പൊ നമുക്ക് നിർത്താമേ. ഹരേ കൃഷ്ണ. അപ്പൊ നാളെ എല്ലാരും വരണം ക്ലാസ്സില് കേട്ടോ. എന്താ ഇനിയിപ്പൊ ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ല. ഒരു ശ്ലോകം നിങ്ങൾ മിസ് ചെയ്താൽ പിന്നത്തെ ശ്ലോകം അതിന്റെ കണ്ടിന്യൂവേഷൻ ആവും. അപ്പൊ ഈ പഴയ ശ്ലോകം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അത്രയും നല്ലോണം അത് ആസ്വദിക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ചൊക്കെ മിസ്സായി പോകും. അതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും വരണം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആരാണ്? കൃഷ്ണി ദേവദാസി. ഹരേ കൃഷ്ണ. പറയൂ. മാതാജിയുടെ വായ്സ് ரொம்ப സ്വീറ്റ് ആയിരുന്നു മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ സന്തോഷം മാതാജി. ഹരേ കൃഷ്ണ. കേട്ടോണ്ടിരുന്നു, താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് കേട്ടോണ്ടിരിക്കും. അവൾ കൂടെ ഇരുന്ന് കേൾക്കും. പ്രഭുപാദും മഹാരാജിന്റെയും അനുഗ്രഹം മാതാജി. നമ്മൾ കേൾക്കാമല്ലോ മാതാജി, നമ്മൾ കേൾക്കാമല്ലോ. പിന്നെ എല്ലാ കുട്ടികളുടെ അമ്മമാരും ഉണ്ട് ഇവിടെ. പിന്നെ അല്ലാതെ ഈ ഓൺ ചെയ്യാത്തവരൊക്കെ മിക്കവാറും അമ്മമാര് തന്നെയാണ്. സത്യപ്രഭ മാതാജി ഒരു കുഞ്ഞിന്റെ അമ്മൂമ്മയാണ്. ലീന മാതാജി ഒരു അമ്മയാണ്. എല്ലാവർക്കും കേൾക്കാം മാതാജി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷമായി മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നിർത്താം ഇന്ന്. ഓ ഹരേ കൃഷ്ണ.